ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള ബലാത്സംഗ കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീകൾ. കുറവിലങ്ങാട്ടെ 4 കന്യാസ്ത്രീകളും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തൊക്കെയാണ് കത്തിൽ പറയുന്നത്? ഈ കത്തിൽ പ്രധാനമായും തന്നെ പറയുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നിരന്തരമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ തങ്ങൾ മാനസികമായി വളരെയധികം തന്നെ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഭീഷണിയുണ്ട്. ഇതിനിടയിലാണ് ഈ സ്ഥലം മാറ്റ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. അതോടൊപ്പം തന്നെ അവർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഈ കത്തിൽ വിവരിക്കുന്നുണ്ട്. മരുന്നിനും അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് പോലുമുള്ള പണം സഭ നൽകുന്നില്ല. സ്വന്തം സഭ പോലും പ്രതിയായ ബിഷപ്പിനെ സഹായിക്കുന്ന ഒരു സമീപനമാണ് തുടരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്ഥലമാറ്റ ഉത്തരവ് കൂടി വരുന്നത്. തങ്ങൾ ഇപ്പോൾ തങ്ങളുടെ സ്ഥലമാറ്റ ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ ഈ ബലാത്സംഗത്തിന് ഇരയായ കന്യാസ്ത്രീയുടെ ഏക ആശയം തങ്ങളുടെ സാന്നിധ്യമാണ്. അവർ തങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സ്ഥലമാറ്റ ഉത്തരവ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, സഭയിൽ ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ ഇടപെടുന്നുണ്ട്. ഈ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് മദർ സുപ്പീരിയർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥലമാറ്റ ഉത്തരവുള്ള കത്ത് നൽകിയെന്ന് പോലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രിയോട് ഇടപെടണമെന്നാണ് കന്യാസ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. ബലാത്സംഗത്തിന് ഇരയായ കന്യാസ്ത്രീയും മറ്റൊരു കത്തും ഒപ്പം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കുമാണ് മുഖ്യമന്ത്രിയെ കൂടാതെ കത്തിന്റെ കോപ്പികൾ കൈമാറിയിട്ടുള്ളത്. കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നു. വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ തങ്ങളെ കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് മാറ്റരുത്, മഠത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്നുമാണ് കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഇമെയിലായും കൊറിയറുമായാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഗോപി. ശരി ഡാനി.